ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേഷ്യൽ മസാജിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഫേഷ്യൽ മസാജ് എന്ന് പറയുമ്പോൾ. ഞാൻ കുറച്ച് അതുപോലെ നോസ് മസാജിനെ കുറിച്ചും ഒരുപാട് പേര് ചോദിച്ചു, നോസ് സ്ലിം ചെയ്യാൻ വേണ്ടിയിട്ടും ഫേസ് സ്കൾപ്റ്റ് ചെയ്യാൻ വേണ്ടി, അതുപോലെ ഗ്വാഷ യൂസ് ചെയ്തിട്ട് എങ്ങനെ മസാജ് ചെയ്യാം എന്നുള്ളത് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും പേഴ്സണലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഫേഷ്യൽ മസാജ് എന്ന് പറയുമ്പോൾ. ഞാൻ പല ഫോട്ടോസ് ഇവിടെ കൊടുത്തേക്കാം. വെയിറ്റ് ലോസ് ആയെങ്കിൽ കൂടിയും എനിക്ക് ഫേസ് ഫാറ്റ് റെഡ്യൂസ് ആവുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ഫേഷ്യൽ മസാജുകൾ ചെയ്ത് തുടങ്ങിയ ശേഷം ഫേസ് നല്ല രീതിയിൽ സ്കൾപ്റ്റ് ആവാനും അങ്ങനെ ഒരുപാട് അധികം ബെനിഫിറ്റ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ എൻ്റെ നോസ് ഇത്രയും എങ്കിലും സ്ലിം ആയി കിട്ടിയത് എനിക്ക് അറിഞ്ഞൂടെ, എത്രയും നന്നായിട്ട് ഫേഷ്യൽ മസാജുകൾ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും. കാരണം വെയിറ്റ് ലോസ് ആയിട്ട് കൂടിയും ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ ബൾക്കി ആയിട്ടുള്ള ഒരു നോസ് ആയിരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നില്ല ഭയങ്കരമായിട്ട് റെഡ്യൂസ് ആയി, എന്നാലും നല്ലൊരു മാറ്റമാണ്. പിന്നീട് എനിക്ക് ആദ്യം തന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ പറയാൻ, ഫേഷ്യൽ മസാജിൽ നിന്ന് നിങ്ങൾക്ക് ഭയങ്കര ഒരു ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും. ചിലർക്ക് വർഷം വരെയും ടൈം എടുക്കാം. അപ്പൊ അത് മൈൻഡിൽ വെക്കുക. ഞാൻ അത്രയും നാള് നല്ല രീതിയിൽ ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ അതെന്തായാലും മൈൻഡിൽ വെക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടോ. ഫസ്റ്റ് കാര്യം എനിക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു റെഡ് കാര്യം ഞാനിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതേ ഉള്ളായിരുന്നു. ഫസ്റ്റ് കാര്യം, കഴിവതും നൈറ്റിൽ നിങ്ങൾ ക്ലെൻസിങ് ഓയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ഈ ഫേഷ്യൽ മസാജുകൾ തുടങ്ങാൻ പറ്റുന്നതാണ്. സ്കിൻ കെയർ റൂട്ടീൻ്റെ ഒക്കെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇത് ബയോഡെർമയുടെ അറ്റോഡം എന്ന് പറഞ്ഞ മോയ്സ്ചറൈസർ ആണ്. ഇത് ആക്ച്വലി എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് മോയ്സ്ചറൈസേഴ്സ് ആണ്. ഞാനിത് ഒന്ന് അപ്ലൈ ചെയ്തിട്ട്, നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ഒന്നുകൂടെ ഒന്ന് ഫേസിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് സിമ്പിൾ ആയിട്ടൊന്ന് ഗ്ലൈഡ് ആയി പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നെക്കിൽ അവോയ്ഡ് ചെയ്യുക. നെക്ക് എപ്പോഴും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നെക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതി തന്നെ ചെയ്യാൻ നോക്കുക. ഞാൻ എൻ്റെ മുടി ജസ്റ്റ് ഒന്ന് ഫേസിൽ നിന്ന് മാറ്റി പിടിച്ചിട്ട് മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നീട് നിങ്ങൾ വാഷ് ഓഫ് ചെയ്താലും കുഴപ്പമില്ല. അതുപോലെ ഫേഷ്യൽ ഓയിലുകൾ, സാധാരണ വെളിച്ചെണ്ണ അങ്ങനത്തെ ഓയിലൊന്നും ഉപയോഗിക്കരുത്, ബട്ട് ഫേഷ്യൽ ഓയിലുകൾ അവൈലബിൾ ആണ്. അങ്ങനത്തെ ഉള്ള നോൺ കൊമഡോജനിക് ആയിട്ടുള്ള ഫേഷ്യൽ ഓയിലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ബട്ട് ഏറ്റവും സിമ്പിൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വാരി ഒത്തി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഡ്രസ്സ് ഫോളോ ആവുന്ന എഴുതിയിട്ട് ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഇപ്പൊ എന്തായാലും ഞാൻ വീട്ടിലിടുന്ന ഉടുപ്പൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്. കാരണം ഇൻ കേസ് അങ്ങാണ് മെസ്സി ആയി കഴിഞ്ഞാൽ ഡ്രസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ എൻ്റെ ഗ്വാഷാണ് യൂസ്. നിങ്ങൾ ഗ്വാഷ് അല്ലെന്നുണ്ടെങ്കിൽ യൂസ് യുവർ ഫിംഗേഴ്സ്. ഈ ഒരു കൈ തന്നെ യൂസ് ചെയ്താലും മതി. കൈ കൊണ്ട് മാത്രം നമുക്ക് ഈ ഫേഷ്യൽ മസാജുകളെല്ലാം എടുക്കാം. പിന്നെ ഞാനൊരു ഫാൻസിക്ക് വേണ്ടി ഗ്വാഷ യൂസ് ചെയ്യുന്നുള്ളൂ. എനിക്ക് ഇത്തിരി കൺവീനിയന്റ് ആണ്, അത്രേ ഉള്ളൂ. എന്നാലും കൈ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ സെയിം ഗ്വാഷയുടെ അതേ സംഭവം തന്നെയാണ്. നമ്മുടെ കൈ തന്നെ എല്ലാ രീതിയും ഞാൻ കൈ വെച്ച് എങ്ങനെയാണ് ആദ്യം ചെയ്യുന്നത് കാണിച്ചു തരാം. കാരണം കൂടുതലും ആൾക്കാരുടെ കയ്യിൽ ഈ ഒരു ഐറ്റം കാണില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നൈറ്റ് ടൈമിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജോ ലൈനൊക്കെ ഇങ്ങനെ എടുത്ത് നെക്കിലോട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഈ സൈഡിലും ഇങ്ങനെ ഒരു 5 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യാൻ പറ്റുന്ന പറയുമ്പോൾ ഇത് ഇങ്ങനെ ആക്കുക.
ഞാൻ പ്രത്യേകിച്ച് ഒന്നും മിണ്ടാത്തെന്ന് പറയുമ്പോൾ ഇത് ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ സ്കൾപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ചീക്സും ചീക്ക് ബോണും ഒക്കെ നല്ല രീതിയിൽ ഈ ഒരു രീതിയിൽ വെക്കാം. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇത് നോസ് എക്സസൈസിന് വേണ്ടി നോസ് സ്ലിം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. ഇത് ഇങ്ങനെ ആക്കുക. ഞാൻ ചെയ്തോണ്ട്, അതായത് പണ്ട് അമ്മ എനിക്ക് പറഞ്ഞു തന്നൊരു സാധനമാണ്. പിന്നെ ഈ നോസ് എക്സസൈസുകൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉള്ളത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര റിസൾട്ട് ആയിരുന്നു. ആക്ച്വലി ഈ മസാജ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ലാതെ ഞാൻ അല്ലാത്ത ടൈമിലും ഈ ഒരു സാധനം ചെയ്യുമായിരുന്നു. അത്യാവശ്യം ടൈം എടുത്ത് തന്നെ ചെയ്യാം. ഞാനിപ്പോ ഇത്രയോടെ എളുപ്പം എന്താ പറയാ, ഒരുപാട് ടൈം എടുക്കാതിരിക്കാൻ വേണ്ടി, വീഡിയോയിൽ ഒരുപാട് കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഈ ഫേഷ്യൽ മസാജിന് ഒരുപാട് അധികം ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ കൊണ്ടുവരാനും അങ്ങനെ ഒരുപാട് വ്യത്യാസം ഫേസിൽ കൊണ്ടുവരാൻ ഈ ഒരു ഫേഷ്യൽ മസാജുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ നോസ് മസാജുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ കാര്യങ്ങളാണ് എനിക്ക് മാറ്റം വന്നിട്ടുള്ളത്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഡിഫറൻസ് കണ്ടു തുടങ്ങും. എന്റെ കയ്യിൽ നിന്ന് ഗ്രിപ്പ് പോകുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ആക്ച്വലി ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഇത്തിരി എളുപ്പം, എനിക്ക് ഇത്തിരി എളുപ്പമായിട്ട് പണ്ട് മുതലേ തോന്നിയിട്ടുണ്ട് ഇങ്ങനെ വെക്കുന്ന കേട്ടോ. എനിക്ക് തോന്നുന്നു അമ്മമാരൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കാറിയായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിലും. പക്ഷെ ഇങ്ങനെ മൂക്ക് ചുമന്ന് ബൾബാവും ചെയ്യുന്ന പോലെ ചെയ്യരുത്. വളരെ ജെന്റിലായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഒരു തവണ ഈ ഫേഷ്യൽ മസാജ് ചെയ്തെന്നും പറഞ്ഞു ഭയങ്കര അങ്ങ് വ്യത്യാസം വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരു തവണയല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് കുറേ നാള് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് വിചാരിക്കുന്ന ഒരു റിസൾട്ട് കിട്ടാൻ പോകുന്നത്. ഗ്വാഷ എനിക്ക് അത്യാവശ്യം ഇത്തിരി കൂടെ എളുപ്പമായിരുന്നു യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. ഇപ്പം കണ്ടോ, പിന്നെന്ന് പറയുമ്പോൾ ഗ്വാഷ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് കട്ടിക്ക് യൂസ് ചെയ്യരുത്. നിങ്ങളുടെ ഫേസ് ബ്രൂസ് ആക്കരുത്. അതായത് മുറിക്കാനോ അല്ലെങ്കിൽ എന്താ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും കൊണ്ടുവരാൻ സമ്മതിക്കരുത്. ഭയങ്കര ജെന്റിലായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അങ്ങ് പെട്ടെന്ന് അങ്ങ് സ്കൾട്ട് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഗ്വാഷയെ ഞാൻ ഇതുപോലെ നോസിലും യൂസ് ചെയ്യായിരുന്നു. എനിക്ക് ഉണ്ടോ, ഗ്വാഷ ഞാൻ വാങ്ങിച്ചിട്ട് അധികം നാളായിട്ടില്ലെങ്കിൽ കൂടി എനിക്ക് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയതുപോലെ തോന്നിയിട്ടുണ്ട്. എൻ്റെ ഫേസ് ഒക്കെ ആകെ റെഡ് ആയിട്ടിരിക്കുക. പക്ഷെ അത് ഇതാവണ്ട, നമ്മൾ ഫേഷ്യൽ മസാജ് ചെയ്യുമ്പോൾ ആക്ച്വലി റെഡ് ആയിട്ട് വരും. ബ്ലഡ് സർക്കുലേഷൻ വരുമ്പോഴാണ് ആക്ച്വലി റെഡ് ആവുന്നത്. പിന്നെ ഒരു തെറ്റിദ്ധാരണ ഞാൻ മാറ്റിത്തരാം. വണ്ണം വെക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഡബിൾ ചിന്ന് ഫാറ്റും ഇതുകൊണ്ട് മാറ്റാൻ പറ്റില്ല. അത് വെയിറ്റ് ലോസ് തന്നെ വേണം. അല്ലാതെ ആക്ച്വലി വെയിറ്റ് ലോസ് ആയിട്ടും ഫേസ് ഫാറ്റ് റെഡ്യൂസ് ആവാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഫേഷ്യൽ മസാജ് കൊണ്ട് ഗുണം വരുന്നത്. അല്ലാതെ വെയിറ്റ് ഉള്ള സമയത്ത് ഫേഷ്യൽ മസാജ് മാത്രം ചെയ്ത് ഓക്കെ വണ്ണം ഫേസ് ഫാറ്റ് കുറയും എന്ന് വിചാരിച്ചെങ്കിൽ അത് നടക്കത്തില്ല. അപ്പൊ ഞാൻ അതൊന്ന് പറയേണ്ട വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നി. അത് എന്തായാലും മൈൻഡിൽ വെക്കാം.
ഇതൊക്കെയാണ് എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഫേഷ്യൽ മസാജുകൾ. അപ്പൊ ഇതൊക്കെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം റിസൾട്ട് ആണോ. നോസ് മസാജ് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യാം, അതുപോലെ ഇവിടെ ഇങ്ങനെ ചെയ്യാം, ഇവിടെ നോട്ട് വെക്കാം. ഓക്കെ, ഇതൊക്കെയാണ് നോസ് മസാജ് എനിക്ക് പേഴ്സണലി ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. പിന്നെന്ന് പറയുമ്പോൾ നോസ് ടേപ്പ് കുറെ ആൾക്കാർ വർക്ക് ആവുന്നുണ്ടെന്ന് പറയും. പക്ഷെ പേഴ്സണലി ഇതുപോലെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതൊക്കെ ട്രൈ ചെയ്തിട്ട് ഞാൻ ഇതിലൂടെ വർക്ക് ആവുന്ന എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, എനിക്ക് വർക്ക് ആയിട്ടുള്ള കാര്യങ്ങളും ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഓക്കെ, പിന്നെ ദൈവത്തെ ഓർത്തു സാധാരണ എണ്ണ എടുത്ത് മുഖത്ത് തേച്ചിട്ട് ഫേഷ്യൽ മസാജ് ചെയ്യരുത്, അത് ഡാമേജ് ഉണ്ടാക്കും. ഫേഷ്യൽ മസാജ് ഒക്കെ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഇരുന്നൊന്ന് കൂൾ ആയതിനു ശേഷം ഫേസ് നല്ല രീതിയിലൊന്ന് ഫേസ് വാഷ് ഇട്ടൊന്ന് കഴുകാൻ നോക്കാം. ഓക്കെ അല്ലേ? ഇനി ഉണ്ടാ. അപ്പൊ എത്രയൊക്കെ ഉള്ളൂ. ബൈ.